കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയതുപോലെ വീടിനോട് ചേർന്ന് ഒരുപാട് പറമ്പും സ്ഥലവും ഉള്ളവർ ഇപ്പോൾ വളരെ കുറവാണ്. ടൗണിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ 5 സെൻറ്റോ അല്ലെങ്കിൽ 3 സെൻറ്റും ഒക്കെ അതിലൊരു വീടും അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. ഏതെങ്കിലും വൃക്ഷത്തൈകൾ നടാനൊന്നും ഒട്ടും സ്ഥല സൗകര്യം ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള പല സുഹൃത്തുക്കളും കമൻ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വിയറ്റ്നാം എയർലി പ്ലാവിൻ തൈകൾ ടെറസിൽ ഡ്രമ്മിലോ കണ്ടെയ്നറുകളിലോ ഒക്കെ നടാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും വിയറ്റ്നാം എയർലി പ്ലാവും അതുപോലെയുള്ള ഹൈബ്രിഡ് ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് വീട് പരിസരത്ത് സ്ഥലമില്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. അതിനുവേണ്ടി ഡ്രമ്മ് വാങ്ങിക്കുമ്പോൾ ഏകദേശം 100 ലിറ്റർ അളവുള്ള ഡ്രമ്മ് വാങ്ങിച്ചാൽ മതിയാവും. അതിപ്പോൾ ഫ്രഷ് തന്നെ ആവണം എന്നൊന്നുമില്ല. സെക്കൻഡ് ഹാൻഡായി സ്ക്രാപ്പിൽ നിന്നൊക്കെ നമുക്ക് വലിയ പൈസ ചിലവില്ലാതെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഡ്രമ്മുകളിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രം ഒന്ന് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്യണം. കാരണം പലതരം കെമിക്കലും ഒക്കെ വരുന്ന ഡ്രമ്മുകളായിരിക്കും അത്. അതുകൊണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരാഴ്ച അതിൽ വെള്ളം നിറച്ച് വെക്കണം. അതിനുശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. ഡ്രമ്മ് വൃത്തിയാക്കിയതിന് ശേഷം ഡ്രമ്മിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഹോള് എളുപ്പത്തിൽ ഇടാനായിട്ട് ഒരു കമ്പി കഷ്ണം ചൂടാക്കിയിട്ട് അതുകൊണ്ട് പ്രസ് ചെയ്താൽ എളുപ്പത്തിൽ ഹോൾ ഇടാവുന്നതാണ്. അത്യാവശ്യം കുറച്ച് വട്ടത്തിൽ വേണം ഹോൾ ഇടാനായിട്ട്. അടിവശത്ത് ഒരു 3-4 ഹോളുകളും അതുപോലെ ഏറ്റവും താഴെ സൈഡിലായിട്ട് ഒരു 4 ഹോളും ഇട്ട് കൊടുത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനി മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് നാം ഉണ്ടാക്കി വെച്ച ഹോളിന് മുകളിലായി അടിവശത്ത് ഓട്ടിൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കണം. മണ്ണ് വീണ് ഹോള് അടഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഓട്ടിൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രമ്മിൽ നിറക്കാനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മുടെ പറമ്പിലുള്ള മണ്ണ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. മണ്ണിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ ഡ്രമ്മിലേക്ക് നിറക്കാനായിട്ട്. മണ്ണിൻ്റെ കൂടെ ചേർക്കാനുള്ള ചകിരിച്ചോറിൻ്റെയും മറ്റും ഏകദേശ അളവ് കൂടി ഞാൻ ഇവിടെ പറയാം. ചകിരിച്ചോറ് വല്ലാതെ അധികമൊന്നും വേണ്ട. ഒരു ഡ്രമ്മിലേക്ക് ഏകദേശം 2.5 കിലോ 3 കിലോ ചകിരിച്ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 2 പിടി വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കണം. പിന്നെ ചേർക്കാനുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ചകിരിച്ചോറ് ചേർത്ത പോലെ തന്നെ 2.5 കിലോയോ 3 കിലോയോ ഒക്കെ ചാണകപ്പൊടി ചേർക്കാം. പച്ചച്ചാണകമൊന്നും ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. കാരണം അതിൽ നിന്നെല്ലാം ഒരുപാട് അണുബാധ വരാൻ സാധ്യതയുണ്ട്. ചാണകപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ചെടി പെട്ടെന്ന് തന്നെ തഴച്ചു വളരാൻ സഹായിക്കും. ഇനി ഇതിലേക്ക് 3/4 കിലോ എല്ലുപൊടി കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇത് ഡ്രമ്മിലേക്ക് നിറച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഏറ്റവും അടിയിലായിട്ട് ഒരു ലെയർ കരിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നാം തയ്യാറാക്കി വെച്ച പോട്ട് മിക്സ് നിറച്ചു കൊടുക്കാം. ഡ്രമ്മ് നിറയാനായിട്ട് ഏകദേശം ഒരു 6-7 ഇഞ്ച് സ്പേസ് ബാക്കി ഇട്ടിട്ട് വേണം മണ്ണ് നിറക്കാനായിട്ട്. അതിനുശേഷം തൈ നട്ടു കൊടുക്കാം. ഡ്രമ്മിൽ നടുമ്പോൾ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് വേരുകളൊന്നും പൊട്ടിപ്പോവാതെ പ്ലാവിൻ തൈ നട്ടു കൊടുക്കാം. അതിന് മുകളിലായി നമ്മൾ ആദ്യം ഇട്ട പോലെ തന്നെ കരിയിലയും ഇട്ട് കൊടുക്കണം. 1-2 മാസം കഴിയുമ്പോൾ വീണ്ടും വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ വെള്ളം ആവശ്യമുള്ളപ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇടക്ക് മണ്ണിൻ്റെ മുകളിലായി സ്യൂഡോമോണസോ അതല്ലെങ്കിൽ കുമ്മായമോ ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് മണ്ണിൽ നിന്നുള്ള കീടങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഗുണം ചെയ്യും. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, തൈകൾ നടുമ്പോൾ തൈയുടെ ബഡ് ചെയ്ത ഭാഗം ഒരിക്കലും മണ്ണിട്ട് മൂടിപ്പോകരുത്. അത് മണ്ണിന് മുകളിലായി തന്നെ കാണുന്ന പോലെ നടണം. തൈകൾ വളരുമ്പോൾ ബഡ് ചെയ്ത ഭാഗത്ത് നിന്നും ശാഖകൾ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ നനക്കുന്നതോടൊപ്പം ഇലകളിലുമൊക്കെ നനച്ചു കൊടുത്താൽ ചെറിയ ചെറിയ കീടങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും. രോഗങ്ങളൊന്നുമില്ലെങ്കിലും ഇലകളിലെല്ലാം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾ മുറിച്ചിടുന്ന കീടത്തിൽ നിന്നും തൈകളെ രക്ഷിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.